അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലൊക്കെ ജസ്റ്റ് ബ്ലെൻഡറിൽ കറക്കി എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള. അതുപോലെ ഓവനിലല്ല ബേക്ക് ചെയ്ത് ഗ്യാസ് അടുപ്പിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യാം. സെയിം നമുക്ക് ഗ്യാസ് അടുപ്പിലും ചെയ്യാം. അതുപോലെ ഇലക്ട്രിക് ബീറ്ററിൽ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിൽ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്കാക്കി വെക്കണം. ഞാനിപ്പോൾ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. മിക്സ് ആയിട്ടുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതിലോട്ട് അരക്കപ്പ് ഉണക്ക മുന്തിരി. അപ്പോൾ ഇതിൽ 2 കളറുണ്ട്, കറുത്ത മുന്തിരിയും ബ്രൗൺ കളറിലുള്ളതും. അപ്പോൾ രണ്ടും കൂടെ മിക്സായിട്ട് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അളവ് കുറക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറുത്ത മുന്തിരിയുടെ ജ്യൂസ്. അപ്പോൾ ഇതും അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള കറുത്ത മുന്തിരിയുടെ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ കളർ കിട്ടുന്നത് കറുത്ത മുന്തിരി ജ്യൂസാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ ഫ്രഷ് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വൈകുന്നേരം ഇതുപോലെ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. 2 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലതാണ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്തായാലും ഇതിപ്പോൾ മാറ്റി വെക്കാം. അപ്പം ഞാനിത് എന്തായാലും 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം വേണ്ട, ഈ ഒരു ഫ്രൂട്ട് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കുക. കൈകൊണ്ട് പിഴിഞ്ഞെടുത്താലും മതി. മൊത്തത്തിൽ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഒരു ഫ്രൂട്ട് മാത്രമായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ. ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ സാധാരണ നമ്മൾ ഇത് ബ്രൗൺ ഷുഗറൊക്കെ ചേർത്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരുടെ കയ്യിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. അതും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള പ്ലം കേക്കും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകണം. അതുവരെ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ കാരമൽ ചെയ്തെടുക്കുമ്പോൾ അധികം ഓവറാകാതെ രീതിയിൽ നമ്മൾ ഡാർക്ക് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല. അങ്ങനെ വരുമ്പോൾ കയ്പ്പ് വരാറുണ്ട്. പക്ഷേ ഇതിലോട്ട് കുഴപ്പമില്ല. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ ഇത് കാരമൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കെയർ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് പതിഞ്ഞ് വരും വെള്ളം ചേർക്കുമ്പോൾ. എന്നിട്ടിത് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് ഇതൊന്ന് വറ്റണം. ചെറുതായിട്ടൊന്ന് കുറുകണം. നമ്മൾ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വറ്റിച്ച് 1/4 കപ്പ് വെള്ളമാകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 2 ഗ്രാമ്പു, അപ്പോൾ രണ്ടും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പിന്നീട് അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കണമെന്നില്ല. ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ. 1/4 ഇഞ്ച് സൈസിലുള്ള പട്ടയും ഒരു 2-3 ഗ്രാമ്പും കൂടെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് ആകുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എഗ് ബീറ്ററിൽ വേണമെങ്കിൽ, ഇലക്ട്രിക് എഗ് ബീറ്ററിൽ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മുട്ട മാത്രമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക.
എന്നിട്ടിത് ഈ ഒരു പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദക്കൂട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത ഈ ഒരു ഷുഗർ സിറപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കട്ടിയാണ്, ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി, അത് ഓക്കെ ആയിക്കോളും. ഇതിപ്പോൾ എല്ലാം കൂടെ വടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇതിപ്പോൾ കുഴപ്പമില്ല, ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോക്ക് ചെയ്ത് വെച്ച ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഓറഞ്ച് ജസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ മുകൾ ഭാഗം, തൊലിയുടെ മുകൾ ഭാഗം ചെറുതായിട്ട് ചുരണ്ടി എടുത്തതാണ് ഈ ഒരു ഓറഞ്ച് ജസ്റ്റ് എന്ന് പറയുന്നത്. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, 1-2 ടീസ്പൂണ്. പിന്നെ ബാറ്ററി ലൂസാകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലോണം അതിൻ്റെ വെള്ളം ലൂസായിട്ടുണ്ടെങ്കിൽ ബാറ്ററി ലൂസായി പോകും. ഞാൻ പറയുന്ന രീതിയിൽ തിക്കാക്കിയൊക്കെ എടുത്തിട്ട് കുറുക്കിയെടുത്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. ബാറ്ററി ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ താഴെ പോകും നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ടൊക്കെ. പിന്നെ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ക്രഷ് ചെയ്തിട്ട്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ട്രേയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറൊക്കെ പുരട്ടി കൊടുത്തിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ലോഫ് വേണമെങ്കിൽ എടുക്കാം. ഇത് 7 ഇഞ്ചിൻ്റെ പാനാണ്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം ഓൾറെഡി ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഒരു ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് പൊങ്ങി വരുമ്പോൾ താഴോട്ട് പോകാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഓവനിൽ OTG ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക, 170 ഡിഗ്രിയിലൊക്കെ. എന്നിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ സമയമൊക്കെ സെയിമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി പാത്രം നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ചെറിയൊരു മൂടി മാത്രം കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ സമയം എടുക്കാറുണ്ട് ബേക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് വരെ തുറന്ന് നോക്കരുത്. 30 മിനിറ്റ് ആയതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്, അതിനൊരു 30-35 മിനിറ്റ് ആകുമ്പോൾ നോക്കിയിട്ടുണ്ട്. അതിന് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ബേക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുമുണ്ട്. അതുപോലെ കേക്ക് നല്ല പൊങ്ങിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റുക. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ അടിഭാഗത്തൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടൊന്നും അടിഭാഗത്തൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ മൊത്തത്തിൽ അടിഭാഗം അങ്ങനെ നിൽക്കാറുണ്ട് താഴോട്ട് തന്നെ പോയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലം കേക്കാണ്. നമ്മൾ ഓവനില്ല, അതുപോലെ ഇലക്ട്രിക് എഗ് ബീറ്ററൊന്നും ഇല്ലെങ്കിലും
നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എഗ്ലെസ് ആയിട്ടുള്ള പ്ലം കേക്ക്, അതുപോലെ ഷുഗറൊന്നും കഴിക്കാത്ത ശർക്കര ചേർത്തിട്ടുള്ള പ്ലം കേക്ക് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.